പാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു പുത്തൻ മനുഷ്യനായി. നീ എൻ്റെ ഉള്ളം തുറന്ന നേരം ഞാനൊരു സംഗീതരാഗമായി. പാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു പുത്തൻ മനുഷ്യനായി. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 25 അതിൻ്റെ 8 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലുത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോഭക്തനായ പുരുഷനാര്? അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പുതുവത്സരത്തിലെ 2024 1-ാം തീയതി തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വചനഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ വർഷം നമുക്ക് എത്രത്തോളം അനുഗ്രഹമായിരിക്കും. വചനത്തിനകത്ത് നമ്മളെ കേൾപ്പിക്കുന്നു, യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ആമേൻ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ കർത്താവ് വഴി കാണിച്ചു കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളത് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക്. ഹല്ലേലൂയ, അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായിട്ട് തൻ്റെ അകൃത്യത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ അകൃത്യം ഏറ്റവും വലിയത് എന്നാണ് കേൾപ്പിക്കുന്നത്. നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. കർത്താവ് ക്ഷമിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? കർത്താവ് ശിക്ഷിച്ചാൽ, ദൈവമക്കളെ, ശിക്ഷയുള്ളിടത്ത് രക്ഷയുണ്ട്, എന്നാൽ എല്ലായിടത്തും രക്ഷ പ്രാപിച്ചിട്ടുമില്ല. ദൈവമേ, സ്തോത്രം. ശിക്ഷയുടെ ഭാഗത്ത് അനേകരും മാറ്റപ്പെടുമ്പോഴും രക്ഷ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ അകൃത്യം ഏറ്റവും വലുത്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ അകൃത്യം ഏറ്റവും വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേന്ന്. ഈ പുതുവത്സര ദിവസത്തിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥനയും കൂടെ നമുക്ക് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും നമ്മുടെ കുറവശങ്ങളെ നമ്മൾ നിറക്കി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം ദൈവസന്നിധി നമുക്ക് താഴാൻ പറ്റും, അത്രത്തോളം കർത്താവ് നമ്മളെ ഉയർത്തില്ലേ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി സമർപ്പിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അത് കാണുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര വലിയ അകൃത്യ ഭാരങ്ങളും ആയിരിക്കട്ടെ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അതിനെ നമ്മളെ കേൾപ്പിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ വാക്ക് നമുക്ക് കേൾക്കാവുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. 2023 നമുക്കൊരുപാട് സങ്കടങ്ങളും കുറേ വേദനകളും കുറേ സന്തോഷവും കുറേ ദുഃഖങ്ങളും ഒക്കെ വിളപ്പിത്തന്നു. എന്നാൽ ഒത്തിരി പ്രയാസങ്ങൾക്കിടയിലൂടെയും ദൈവം കൈവിടാതെ നമ്മളെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. 2024 കാണുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒന്ന് മാത്രം, ഇനി ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. യഹോഭക്തനായ പുരുഷനാര്? അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഉറപ്പാ ദൈവമക്കളെ, ഒരു മാർഗവും നമുക്ക് മുന്നിലില്ലാതെ നമ്മൾ പല വഴി തേടി ഒരു വഴിയും നമുക്ക് മുന്നിൽ കാണാൻ പറ്റാതെ തളർന്നു നിൽക്കുമ്പോഴും അപ്പോഴും ഓർത്തുകൊള്ളുക, യേശു കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ മനസ്സുയർത്തി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പോകേണ്ട വഴി കർത്താവ് കാണിച്ചു തരും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവർക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും വളരെ അത്ഭുതമേറിയ സാക്ഷ്യം പറയാനുള്ളൊരു നാളാണ് ഈ 2024. 2024 കുറിച്ച് പറയുകയാണെങ്കിൽ 2023 കണ്ടതിനേക്കാൾ അധികം തിക്താനുഭവങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ട വഴികൾ. അതാണ് ഭയപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന,
ഒത്തിരി ഞെരുക്കം വരുത്തുന്ന ഒത്തിരി നിയമക്കുരുക്കളും അങ്ങനെ എല്ലാ വിധത്തിലും ഒരു മാർഗവും മുന്നിൽ കാണാൻ പറ്റത്തില്ലാതെ സഹിക്കാൻ പറ്റാത്ത അനുഭവം വരുമ്പോഴും ആമേൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് അവിടെ ദൈവം ഒരു വഴി തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഒരു സാക്ഷിയെ പറയുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക്, യഹോവഭക്തന്മാർക്ക് പലയിടത്തും സാക്ഷ്യം പറയാൻ കിട്ടുന്ന ഏറ്റവും വളരെ മനോഹരമായൊരു വർഷം തന്നെയാണ് 2024. ഒരുപാട് സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, എങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു എന്ന് പറയുവാനുള്ള അവസരങ്ങൾ. ആമേ, സ്തോത്രം. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. യഹോവത്തനായ പുരുഷന് വേണ്ടിയിട്ട് ദൈവം കൊടുക്കുന്ന വഴിയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, യഹോവയോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുന്നവർക്ക് കർത്താവ് വഴി തുറന്നു കൊടുക്കും. ആരും കാണാത്ത വഴി, ആരും പോയിട്ടില്ലാത്ത വഴി സ്വർഗം തുറന്നു തരും. അത് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സഹായിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം ഉണ്ടാകാതിരിക്കട്ടെ. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ഹല്ലേലൂയ. അത് സംശയമില്ലാത്തൊരു കാര്യം. അതേ മക്കളെ, വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വിശ്വാസികൾക്കുണ്ടല്ലോ. അപ്പോഴാണല്ലോ ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വഴി തുറന്നു തരുന്നത്, സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാകുന്നത്. പറയണമല്ലോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം വാരിക്കൂട്ടിയാലും ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ. ആത്മാവിനെ നേടിയെടുക്കുവാനുള്ള കൃപാവരങ്ങൾ ദൈവമേ, കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ. സ്തോത്ര, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അഭിഷേകത്തോടെ അനുഗ്രഹത്തോടെ നമ്മളെ ചേർത്ത് നിർത്തും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കമില്ലാതെ, ആരാധനയ്ക്ക് തടസ്സമില്ലാതെ, യഹോവ ഭക്തനായ പുരുഷൻ ആര് എന്ന വചനം നമ്മളെ കേൾപ്പിക്കുകയാണ്. ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, യഹോവയോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട്, കഷ്ടത വന്നോട്ടെ, സങ്കടം വന്നോട്ടെ, ഞെരുക്കം വന്നോട്ടെ, എന്തൊക്കെയാണെങ്കിലും ദൈവമക്കളെ, ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു മാർഗവും മുന്നിൽ കാണാൻ പറ്റത്തില്ലാത്ത സാഹചര്യങ്ങളാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം, നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവം വഴി തുറന്നു തന്ന് നമ്മളെ നടത്തും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് വിശ്വാസികൾക്ക് ഒത്തിരി പേർക്ക് കാണാൻ കിട്ടുന്ന അവസരങ്ങൾ കൂടിയാണ്. അതിനടുത്ത് 13-ാം വാക്യം പറഞ്ഞത്, അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കുമെന്ന്. വാഗ്ദത്തങ്ങൾ കേട്ടവരുണ്ടാവും, പ്രത്യാശയോടെ നിന്നും കാത്തിരിക്കുന്ന ദൈവമക്കളുണ്ടാവും ഒരു സന്തതിക്ക് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ ജീവിതത്തിൽ ദൈവമക്കൾ ഒരുപാട് നിന്ന കേട്ട ദൈവമക്കളെ, വാഗ്ദത്തങ്ങൾ തികയുവാൻ സമയമായിരിക്കുന്നു. ഭക്തിയെ മുറുകെ പിടിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കൊരു മുടക്കവും വരാതെ നോക്കുക. പുറത്ത് നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു ദോഷവാക്ക് പറഞ്ഞാൽ അതിനെ കേട്ട് തളർന്നു പോകരുത്. നമുക്കൊക്കെ പലർക്കും പറ്റുന്ന ഏറ്റവും വലിയ ഞെരുക്കത്തിനൊരു കാരണം കൂടിയാണിത്. നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്തെത്താൻ പറ്റത്തില്ലാതെ വരുന്നത് നമ്മുടെ ലോകത്തെ ഒന്ന് നോക്കും. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ദൈവമക്കൾ പറയുന്നവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വേല നമ്മൾ ചെയ്യുക. അപ്പോഴും നമുക്കൊന്ന് തിരുത്താൻ എപ്പോഴും ദൈവസന്ധി പ്രാർത്ഥിക്കുക. എൻ്റെ പക്ഷത്ത് എന്തെങ്കിലും പുറവശങ്ങൾ ഞാൻ അറിയാത്തതുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കണമേ. അറിഞ്ഞു വന്ന തെറ്റുകുറ്റങ്ങളോ എൻ്റെ അകൃത്യം വലിയതെന്നല്ലേ സങ്കീർത്തനക്കാരനോട് പറഞ്ഞേ, അത് നിൻ്റെ നാമനിമിത്തം എന്നെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ആ പ്രാർത്ഥന ദൈവമക്കളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചോളൂ, കർത്താവ് തീർച്ചയായിട്ടും ഉത്തരം തരും. മക്കളില്ലാതെ സങ്കടപ്പെട്ടും വേദനിച്ചും ഇന്നും നിന്നെയും കേട്ടും പരിഹാസം കേട്ട് കഴിയുന്നവരുടെ ജീവിതാനുഭവത്തിലേക്ക് നോക്കിയാൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് നന്നായി ചെയ്യുക. ഒരിക്കലും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ പിന്മാറിപ്പോകരുത്. ചെങ്കടൽ കാണുമ്പോഴേ പിന്മാറരുത്. ചെങ്കടൽ കാണുമ്പോൾ ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും എന്നതുപോലെ എന്ന് അല്ല നമ്മൾ ചിന്തിക്കണ്ടേ. എന്നാൽ ചെങ്കടലിന്റെ നടുവിൽ വഴി തുറന്നു കൊടുത്ത ദൈവം ജീവിക്കുന്നു. അന്ന് വഴി തുറന്നു കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ പക്ഷത്ത് എന്തെങ്കിലും ഈ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാം. അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും ദൈവത്തോട് അടുത്തുക, ദൈവം അനുഗ്രഹിക്കും. വചനം 13-ാം വാക്യം പറഞ്ഞ പോലെ അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ഹല്ലേലൂയ. വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടോ? ഉറപ്പായിട്ടത് നടപ്പിലാക്കാതെ നമ്മുടെ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ വിളിക്കത്തില്ല. ആമേൻ. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ മഹത്വം കാണാൻ ദൈവടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ അനുഗ്രഹമാർന്ന ഈ ശുശ്രൂഷയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളും കർത്താവെ അനുഭവിച്ച് ഇന്നും ഈ ശുശ്രൂഷയിൽ കർത്താവെ പങ്കുചേരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവെ, കടന്നു വന്ന സകല ഞെരുക്കങ്ങളുടെ നടുവിൽ ഇന്നുവരെയും ദൈവം പോറ്റി പുലർത്തിയ നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ കർത്താവെ, സങ്കീർത്തനക്കാരൻ ദൈവസനിൽ അപേക്ഷിച്ചു പോലെ എൻ്റെ കർത്താവെ, എൻ്റെ അകൃത്യം ഏറ്റവും വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. വിശ്വാസത്തോടെ തന്നെ ദൈവസനിലെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് വാഗ്ദത്തങ്ങൾ നിറവേറി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വാഗ്ദത്തം ചെയ്ത ദൈവം വാക്ക് മാറാത്തവനെന്ന് കേട്ടിട്ടുള്ളവർ അനുഭവത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ 2024 നിന്റെ മക്കളെ ഒരുക്കിയിട്ടുള്ള കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അനേകയിടങ്ങളിൽ അനേകർക്ക് നടുവിൽ കർത്താവെ, സഭയുടെയും കർത്താവെ പോകുന്ന വഴിക്ക് കർത്താവെ, ഭവനത്തിലായിരിക്കുമ്പോൾ ജോലി മേഖലയിൽ എവിടെയും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അനേകം മക്കളുടെ വിശ്വാസത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. 2023 നടത്തിയ എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 2024 ഏറ്റവും അധികം കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ, ഇന്നലെക്കാളധികം ഇന്നെൻ്റെ പ്രിയനോട് ഏറ്റവും അടുത്തെന്ന് പറയുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. മാറാത്തവനായി ഞങ്ങളുടെ കൂടെ നടന്ന് ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. മക്കള് ഒരു അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകനെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക്, മകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നു എന്ന് നിന്റെ മക്കൾക്കും ഈ 2024 സാക്ഷി പറയാൻ ഒരുക്കിയിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തലമുറയെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണേ. നിന്റെ മക്കൾ അനുഭവിക്കുന്ന നിന്നയും പരിഹാസവും ഏറ്റവും അധികമായിരിക്കുന്നു കർത്താവെ. ഈ എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് മനസ്സുയർത്തി പ്രാർത്ഥിക്കുന്നു ഏവർക്കു വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. ഹല്ലേലൂയ. ഈ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു, 2024 വിശ്വസിക്കുന്ന മക്കളെ ഇരട്ടി പങ്ക് കൃപയോടെ സാക്ഷ്യപ്പെടുത്തേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.